ഒരു കുട്ടി വിദ്യാലയത്തിലേക്ക് വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നോക്കാവസ്ഥ അവനുണ്ടെങ്കിൽ ആ സ്കൂൾ വിജയമല്ലാതാണ്. ആ കുട്ടിയുടെ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഓരോ കുട്ടിയും യുണീക്കാണ്, ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തത തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അവനായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അവനെ സ്വാംശീകരിക്കാൻ കഴിയുന്ന അവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് നമ്മുടെ സ്കൂളിന്റെ വെൽഫെയർ കമ്മിറ്റി. സൗത്ത് മഴവന്നൂർ SRV UP സ്കൂളിലെ ശുചീകരിച്ച ഹൈടെക് ക്ലാസ് റൂമുകൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ആസൂത്രണം ചെയ്ത നടപ്പിലാക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ ഹൈടെക് AC സ്കൂളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഉമാ മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് 2 സ്കൂളുകളുണ്ട്. ഒന്ന് കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്ന് പഴന്തോട്ടം ഹയർ സെക്കൻഡറി സ്കൂളും. അപ്പോൾ ആദ്യമേ വിചാരിച്ചിരുന്നത് 2 സ്കൂളല്ലേ ഉള്ളൂ, വലിയ പ്രയാസമൊന്നുമില്ല, കാര്യമൊക്കെ കൈകാര്യം ചെയ്ത് പോവാം എന്ന് വിചാരിച്ചാണ് ആ സ്കൂളിലേക്ക് കയറി ചെന്നത്. പക്ഷെ എത്രത്തോളം ഒരു സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അന്നാണ് മനസ്സിലായത്. ഇപ്പോൾ പഴന്തോട്ട സ്കൂളായിക്കോട്ടെ, കടയിരിപ്പ് സ്കൂളായിക്കോട്ടെ, അഡ്മിഷന്റെ സമയം തൊട്ട് റിസൾട്ട് വരുന്ന സമയം വരെ ടെൻഷനാണ്. സ്കൂളിന്റെ ഓരോ കാര്യങ്ങൾ നോക്കുക, വെൽഫെയർ കമ്മിറ്റി പങ്കെടുക്കുക, ആ വെൽഫെയർ കമ്മിറ്റിയിലെ ഓരോ നിർദ്ദേശങ്ങൾ വയ്ക്കുക, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുക. അപ്പൊ 2 സ്കൂളുകളുടെ ഒരു ഉത്തരവാദിത്തം വന്ന സമയത്താണ് മനസ്സിലാക്കിയത് സ്കൂളിൽ വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. ആ വെൽഫെയർ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രകാരമാണ് ഒരു സ്കൂളിന്റെ വിജയം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 സ്കൂളിന്റെ വെൽഫെയർ കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് തന്നെ എത്രത്തോളം പരിശ്രമിക്കണം ഒരു സ്കൂളിന്റെ ഉന്നമനത്തിനെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളായിക്കോട്ടെ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായിക്കോട്ടെ, PTA കമ്മിറ്റി അംഗങ്ങളായിക്കോട്ടെ, MPTA കമ്മിറ്റി അംഗങ്ങളായിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിന്റെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. സ്കൂൾ മാനേജർ MSS വാര്യർ അധ്യക്ഷത വഹിച്ചു. 87 വർഷം കൊണ്ട് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിജിറ്റലൈസ് ചെയ്ത ഈ പ്രസ്ഥാനം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരണമെങ്കിൽ ഇതിന് എല്ലാവരും കൂട്ടായി ശ്രമിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. സ്കൂളിൻ്റെ ജീവൻ എന്ന് പറയുന്നത് സ്കൂളിലെ കുട്ടികളാണ്. കുട്ടികളില്ലെങ്കിൽ സ്കൂളിന് ജീവനില്ല. ജീവനില്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ കണ്ണും മൂക്കും ചെവിയും ഷർട്ടും കോട്ടും എല്ലാം ഉണ്ടെങ്കിലും ജീവനില്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അപ്പോൾ കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പുരോഗമനപരമായിട്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടക്കുന്നത്. സിനിമാ താരം തസ്മി ഖാൻ AC സ്വിച്ച് ഓൺ കർമ്മവും പൂർവ്വ വിദ്യാർത്ഥി പ്രസാദ് CP സ്മാർട്ട് പ്രൊജക്ടറുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. അപ്പം നന്നായിട്ട് പഠിക്കാം, AC-യിൽ ഇരുന്ന് ഉറക്കം തൂങ്ങാതെ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ഹൈസ്കൂളിലേക്ക് വരാം. അപ്പോഴേക്കും അവിടെ AC ആയിക്കോളും, ദൈവം സഹായിച്ച്. പിന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ കലയുണ്ടെങ്കിൽ കലാപരമായിട്ട് താല്പര്യമുള്ളവർ കല മുമ്പോട്ട് കൊണ്ടുപോവുക. കല മാത്രം പോരട്ടെ, നമുക്ക് പഠിപ്പാണ് നമ്മുടെ ഫസ്റ്റായിട്ട് പഠിപ്പാണ് നമുക്ക് വേണ്ടത്. കാരണം കലാജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുകയും ഒരുപാട് പേരെ കാണുകയൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കോലഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പ്രീതി ജി മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ അനിയൻ P ജോൺ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ തമ്പി പാതിരക്കാട്ട്, സെക്രട്ടറി നാരായണൻ കൊച്ചുവീട്ടിൽ, MRSB ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് അഞ്ജുസ്കറിയ, മുൻ പഞ്ചായത്ത് അംഗം ബേബി കുര്യാച്ചൻ, മഴുവന്നൂർ ലൈബ്രറി സെക്രട്ടറി അനിൽകുമാർ NK, MPTA ചെയർപേഴ്സൺ റോസി ബേബി, സീനിയർ അസിസ്റ്റന്റ് ബിജു വർഗീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.